أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. السلام عليكم ورحمة الله وبركاته. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും 1000 ആത്മനിർവൃതിയുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നോറ്റ നോമ്പുകളും നമ്മൾ ചെയ്ത സ്വതക്കകളും അതുപോലെ തന്നെ നാം എന്തെല്ലാം നന്മകളും ഇബാദത്തുകളും ഈ കഴിഞ്ഞ പരിശുദ്ധ റമളാനിൽ ചെയ്തിട്ടുണ്ടോ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും വളരെ തിരക്ക് പിടിച്ച് വിളിക്കുകയും ഒരുങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല മുഹൂർത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു ദിവസത്തിൽ എനിക്ക് നിങ്ങളോട് എന്റെ ഒരു ചെറിയ പെരുന്നാൾ സന്ദേശം എന്ന നിലക്ക് പറയാനുള്ളത്, നമുക്കറിയാം 30 ദിവസം നാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നോമ്പനുഷ്ഠിച്ചു. നല്ല നല്ല കർമ്മങ്ങൾ നാം ചെയ്തു, നല്ല നല്ല അമലുകൾ നാം ചെയ്തു. അൽഹംദുലില്ലാഹ്, അതിന്റെ എല്ലാം പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇന്ന് ലോക മുസ്ലിംകൾ ഒന്നടങ്കം ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഈ ഒരു വേളയിൽ നാം ഈ ഒരു മാസം ആർജിച്ചെടുത്ത ആത്മീയമായ ചൈതന്യം നഷ്ടപ്പെടുത്താതെ നമുക്ക് പെരുന്നാൾ ദിവസത്തിൽ ആഘോഷിക്കാം. പക്ഷേ ആ ആഘോഷങ്ങൾ ഒരിക്കലും അതിരുകടക്കരുത്. ആ ആഘോഷങ്ങൾ അതിരുകടന്നുകൊണ്ട് നാം ഇത്രയും ദിവസം ചെയ്ത നമ്മുടെ അമലുകൾ പൊളിച്ചു കളയുന്ന രൂപത്തിൽ ഒരിക്കലും നമ്മുടെ ആഘോഷങ്ങൾ അതിര് കടക്കരുത് എന്ന് ഞാൻ എന്റെ കൂട്ടുകാരെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പരിശുദ്ധമായ നല്ല ആഘോഷത്തിന്റെ സന്തോഷത്തിന്റെ ഈ ഒരു സുദിനത്തിൽ നമ്മളെല്ലാവരും നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ അടുത്തുപോയി നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നാം എത്ര മോശപ്പെട്ട് കാണുന്നവരാണെങ്കിലും നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ചോര, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് നമ്മെ പഠിപ്പിച്ചതാണല്ലോ, കുടുംബ ബന്ധം മുറിക്കുന്നവൻ അവന് സ്വർഗത്തിൽ കടക്കുകയില്ല എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. മറിച്ച് കുടുംബ ബന്ധം മുറിക്കുന്നവൻ, കുടുംബക്കാരോട് ചേരാത്തവൻ, അവന് സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കുകയില്ലെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സ്വാദിഖുൽ മസ്ദൂഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചെങ്കിൽ സഹോദരന്മാരെ, അത് ഹഖാണ്. അതുകൊണ്ട് തന്നെ എത്ര വലിയ വിദ്വേഷവും വെറുപ്പും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ തന്നെയും നാം എല്ലാവരും നമ്മുടെ എല്ലാ കുടുംബക്കാരുടെ അടുക്കലും ഈ ഒരു നല്ല സുദിനത്തിൽ ചെന്നെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ ഒരു സന്തോഷത്തിന്റെ സുദിനത്തിൽ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, അൽഹംദുലില്ലാഹ്, നാം ഇന്ന് സുഭിക്ഷമായി ഉണ്ണുന്നുണ്ട്, നാം ഇന്ന് സുഭിക്ഷമായി ധരിക്കുന്നുണ്ട്, നാം ഇന്ന് നല്ലതുപോലെ ഉറങ്ങുന്നുണ്ട്, വളരെ സമാധാനത്തോടുകൂടെ നമ്മുടെ രാജ്യത്ത് നാം കഴിയുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ നാം വസിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത്, ഈ ഒരു സന്തോഷത്തിന്റെ സമയത്തും സുഭിക്ഷമായി ഉണ്ണാനില്ലാതെ, സുഭിക്ഷമായി ധരിക്കാനില്ലാതെ, ഒന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റാതെ വെടിയൊച്ചകൾ കേട്ടുകൊണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ വേദനിക്കുന്ന, ആശ്വാസമില്ലാതെ, മനസ്സമാധാനമില്ലാതെ ഇരിക്കുന്ന, ജീവിക്കുന്ന ഒരുപാട് മുസ്ലിം ജന്മങ്ങളുണ്ട് നമ്മുടെ ലോകത്ത്, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ, നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ട് എന്ന് വേണമെങ്കിൽ ഈ ഒരു സമകാലിക സാഹചര്യത്തിൽ നമുക്ക് പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നാം സന്തോഷിക്കുമ്പോൾ ഒരിക്കലും നാം അതിരിവിടരുത്. മാത്രമല്ല, നാം എപ്പോഴും നമ്മുടെ സഹോദരന്മാർ,
നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ എപ്പോഴും നാം ഓർക്കുക. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഒന്നു മാത്രമാണ്. അതെന്താണ്? കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് താണ് കേണുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ട് നാം പ്രാർത്ഥിക്കുക. അവരുടെ മനസ്സമാധാനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം ദുആ ചെയ്യുക. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അതല്ലാതെ നമുക്ക് അവിടെ പോയിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നല്ല സന്തോഷത്തിന്റെ സുദിനത്തിൽ നിങ്ങൾ എല്ലാവരും പള്ളിയിൽ പോകുമല്ലോ, പള്ളിയിൽ പോകും. അവർക്ക് വേണ്ടിയിട്ട് ഈ ലോകത്ത് സമാധാനമില്ലാതെ വെടിയൊച്ചകൾ കേട്ടുകൊണ്ട് സുഭിക്ഷമായി ഉണ്ണാനോ ധരിക്കാനോ ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട സിറിയയിലെയും അതുപോലെ തന്നെ ഗസയിലെയും ഒക്കെ ഒരുപാട് മുസ്ലിം രാജ്യങ്ങളിലെ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നാം പള്ളികളിൽ നിന്നിറങ്ങുമ്പോൾ, അതല്ലെങ്കിൽ നാം പള്ളികളിൽ നിന്നിറങ്ങുമ്പോൾ നാം രണ്ടു കൂട്ടം ആളുകളെ മറക്കരുത്. രണ്ടു കൂട്ടരെ നാം മറന്നുപോകരുത്. ആരൊക്കെയാണ് ആ രണ്ടു കൂട്ടർ? ഒന്ന്, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ സഹോദരി, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ. ഇവർ ചിലപ്പോ നമ്മുടെ ആ പള്ളിയുടെ തൊട്ടടുത്ത് അതാ 6 അടി മണ്ണിന്റെ അടിയിൽ വിശ്രമിക്കുന്നുണ്ടാകും, കിടന്നുറങ്ങുന്നുണ്ടാകും. അവർ പ്രതീക്ഷിക്കുന്നുണ്ടാകും നിങ്ങളെ. ഇന്നൊരു നല്ല ദിവസമായിട്ട്, ചെറിയ പെരുന്നാൾ ദിവസമായിട്ട് എന്റെ മോൻ എന്റെ അടുക്കൽ വന്നുകൊണ്ട് റബ്ബേ ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യുമല്ലോ അല്ലാ, ഒരു യാസീൻ ഓതി ദുആ ചെയ്യുമല്ലോ അല്ലാ. ഞാൻ ഉണ്ടാകുമ്പോ അവൻ എത്രയോ എന്റെ അടുത്ത് വന്ന് ഒരുപാട് പെരുന്നാളുകളിൽ സന്തോഷിച്ചതാണല്ലോ റബ്ബേ. അതുകൊണ്ട് ഞാനില്ലാത്ത ഈ ഒരു പെരുന്നാൾ അവൻ എന്റെ അടുക്കൽ വന്ന് എനിക്ക് വേണ്ടിയിട്ട് ഒരു ഫാത്തിഹ ഓതുമല്ലോ എന്ന് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ ഉപ്പയുണ്ടാകും, നമ്മളെ പ്രതീക്ഷിക്കുന്ന നമ്മുടെ ഉമ്മയുണ്ടാകും, നമ്മുടെ സഹോദരി ഉണ്ടാകും, നമ്മുടെ മക്കളുണ്ടാകും. അവരെ നിങ്ങൾ മറക്കരുത് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു കൂട്ടരാണ് നാം ഏറ്റവും കൂടുതൽ ഓർമ്മിക്കേണ്ടത്. നമ്മുടെ പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ നമ്മളോട് യാചിച്ചുകൊണ്ട് അതാ അവിടെ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉണ്ടാകും. അവരെ നിങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി